എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ചയൻ എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ സ്മൃതിയുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, भाई के बुलाने पर घर लौटते समय लेखक के मन में किस बात का डर था? ഭായി വിളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ലേഖകൻ്റെ മനസ്സിൽ എന്ത് പേടിയായിരുന്നു ഉണ്ടായിരുന്നത്? ഭായി കെ ബുലാനെ പർ ഘർ ലോട്ടെ സമയ ലേഖക് ഡർ ഗയാ ഥാ. ഭായി വിളിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് ലേഖക് ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഉസേ ലഗാക്കി ഉസ്കെ ബഡേ ഭായി ജർബേരി സെ ബേർ തോട് കർ ഖാനെ കെ ലിയെ ഡാണ്ടെങ്കെ ഓർ ഉസെ ഖൂബ് പീട്ടെങ്കെ. ആ ലേഖകൻ എന്താ തോന്നിയത്? ഉസേ ലഗ, തോന്നി. എന്താന്ന് വെച്ചാൽ ഉസ്കെ ബഡേ ഭായി, അവരുടെ ലേഖകൻ്റെ വലിയ ബ്രദർ, ജർബേരി സെ ബേർ തോട് കർ ഖാനെ കെ ലിയെ, ആ ജർബേരി ബേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറീസ്, അത് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഡാണ്ടെങ്കെ, ചീത്ത പറയും അല്ലെങ്കിൽ വഴക്ക് പറയും. ഓർ ഉസെ ഖൂബ് പീട്ടെങ്കെ, നല്ല അടിയും കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരുന്നു പേടിച്ചിട്ടുണ്ടായിരുന്നത്. सेकंड क्वेश्चन, मक्खनपुर पढ़ने जाने वाली बच्चों की टोली रास्ते में पड़ने वाले कुएं में टेला क्यों फेंकती थी? മക്കൻപൂർ പഠിനെ ജാനെ വാലി ബച്ചോं की ടോലി, മക്കൻപൂരിലേക്ക് പഠിക്കാൻ പോകുന്ന ആ കുട്ടികളുടെ ഗ്യാങ്. ടോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ്. റസ്തമേ പഠിനെ വാലി കുയമേ, വഴിയിൽ കാണപ്പെട്ട ആ കിണറിൽ ടേല ക്യൂം ഫെക്തി തീ. ടേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലോ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈക്കോലോ പുല്ലോ അല്ലെങ്കിൽ വടിയുടെ തുണ്ടുകൾ എന്ത് വേണം ആവാട്ടോ, അത് എന്തുകൊണ്ടാണ് അതിലേക്ക് ആ കിണറിലേക്ക് എറിയുന്നുണ്ടായിരുന്നത്? लेखक के गांव में मक्खनपुर जाने वाली राह में 36 फीट के करीब गहरा एक कच्चा कुआं था. ലേഖകൻ്റെ ഗ്രാമത്തിൽ മക്കൻപൂർ ജാനെ വാലി രാഹ്മേ, മക്കൻപൂരിലേക്ക് പോകുന്ന വഴിയിൽ ഒരു 36 ഫീറ്റിൻ്റെ ഏകദേശം, കരീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 36 ഫീറ്റ് ആഴമുള്ള, ഗഹര എന്ന് വെച്ചാൽ ആഴം, ഡീപ്പ് ആഴമുള്ള ഒരു കച്ചാ കുവ, ഒരു കച്ച കിണറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത് സിമെൻറ്റ് കൊണ്ടൊന്നും കെട്ടാതെ ഇങ്ങനെ വെറുതെ കുഴിച്ചിട്ട, മണ്ണിൽ വെറുതെ കുഴിച്ചിട്ട പോലത്തെ ഒരു കിണറുണ്ടായിരുന്നു. ഉസ്മേ എക് സാംപ് നജാനെ കേസെ ഗിർ ഗയാ താ, അതിൽ ഒരു പാമ്പ് എങ്ങനെയാണെന്നല്ല വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മാക്കൻപൂർ പഠിനെ ജാനെ വാലി ബച്ചോं की ടോലി ഉസ് കുവേ മേ, മാക്കൻപൂരിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ആ ഗ്രൂപ്പ് ആ കിണറ്റിൽ ഇസിലിയെ ഠേലെ ഫെക്തി തീ താക്കി, അതിൽ കല്ലുകൾ എറിയുമായിരുന്നത് എന്തുകൊണ്ടെന്നാൽ സാംപ് ക്രുദ്ധ് ഹോക്കർ, അതിലെ പാമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പാമ്പ് ക്രുദ്ധ് ഹോക്കർ, ദേഷ്യപ്പെട്ട്, ഫുഫ്കാറിന് അതിൻ്റെ സൗണ്ട്, ഹിസ്സിങ് സൗണ്ട്, ദേഷ്യപ്പെട്ട അത് ശബ്ദിക്കും. ഓർ ബച്ചെ ഉസ് ഫുഫ്കാർക്കു സുൻ സക്കെ, അപ്പോൾ കുട്ടികൾക്കത് കേൾക്കാൻ പറ്റും. കുട്ടികൾ അത് കേട്ടിട്ട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാംപിനെ ഫുസ്കാർ മാറി യ നഹി, പാമ്പ് ശബ്ദിച്ചോ ഇല്ലേന്ന് അറിയില്ല. ഫുസ്കാർ മാറിന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹിസ്സിങ് സൗണ്ട് അത് വന്നോ ഇല്ലേന്നറിയില്ല. ടേല ഉസെ ലഗ യ നഹി, ആ കല്ലതിന് തട്ടിയോ ഇല്ലേ എന്നും അറിയില്ല. യഹ് ബാത് അബ് തക് സ്മരൺ നഹി, ഈ കാര്യം ഇപ്പോൾ വരെയും എനിക്ക് ഓർമ്മയില്ല. യഹ് കഥൻ ലേഖക് കി കിസ് മനോദശ കോ സ്പഷ്ട് കർത്താ ഹൈ, ഈ പറഞ്ഞത്, ഈ കഥൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ലേഖകൻ്റെ ഏത് വിധത്തിലുള്ള മനോദശയാണ് വ്യക്തമാക്കുന്നത്? यह कथन लेखक की बदहवास മനോദശ को स्पष्ट करता है. ഈ കഥൻ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ലേഖകൻ്റെ ബദ്ഹവാസ് മനോദശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹവാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധമുള്ളത്, ഹോഷ്, ബോധം. ബദ്ഹവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ബോധമില്ലാത്തൊരവസ്ഥ, പറഞ്ഞാൽ ടോട്ടലി ഡിസ്ട്രാക്റ്റ് ആയി പോവുക, മനസ്സ് മുഴുവനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോൾ അങ്ങനൊരു മനോദശയാണ് സ്പഷ്ടമാക്കുന്നത്. ഹവാസ് എന്ന് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ബദ്ഹവാസ്, ഹോഷ്, ബേഹോഷ്. അതിൻ്റെ അർത്ഥം ബോധമില്ല എന്നല്ല, മനസ്സ് മുഴുവൻ തിരിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ജैसे ही लेखक ने टोपी उतारकर कुएं में ढेला फेंका, ആ ലേഖകൻ തൊപ്പി അഴിച്ച് ആ കിണറ്റിൽ കല്ലെറിഞ്ഞ സമയത്ത് ഉസ്കി ജറൂരി ചിട്ടിയെ കുവേ മേ ജാഗിരി, ആ ലേഖകൻ്റെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കത്തുകളെല്ലാം ആ കിണറ്റിൽ പോയി വീണു. ഉന്നെ കുവേ മേ ഗിർത്ത ദേക്കർ വഹ ബോച്ചക്ക രഹ ഗയ. ബോച്ചക്ക ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറാൻ ഹോന, ആശ്ചര്യ ഹോന, ചക്കിത്ത് ഹോന, അതൊക്കെ പറയാം കേട്ടോ. പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക, അതൊക്കെ അർത്ഥമുണ്ട്. പിന്നെ അതല്ലാണ്ട് വളരെയധികം പേടിക്കുക, ഭയഭീത് ഹോന, പറഞ്ഞാൽ പേടിച്ച് വിഷമിക്കുക, അങ്ങനെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? വളരെയധികം പേടിച്ച് വിഷമിക്കാൻ തുടങ്ങി. ആ ലെറ്ററെല്ലാം അവിടെ കിണറ്റിൽ വീഴുന്നത് കണ്ടിട്ട്. ഉസ്കാ ധ്യാൻ ചിട്ടിയോं को बचाने में लग गया था, റൈറ്ററിൻ്റെ ശ്രദ്ധ ആ ലെറ്റേഴ്സ് എല്ലാം എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ളതായിരുന്നു.
അത് വീഴാതെ നോക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യഹ് ദേഖ്ന ഭൂൽ ഗയാ കി സാം കോ ടേല ലഗാ യ നഹി ഓർ വഹ ഫുസ്കാര യ നഹി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് മറന്നുപോയത്? ആ പാമ്പിന് ആ കല്ല് തട്ടിയോ ഇല്ലയോ, അതോ പാമ്പ് ശബ്ദിച്ചോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ മറന്നുപോയി. नेक्स्ट क्वेश्चन, किन कारणों से लेखक ने चिट्ठियों को कुएं से निकालने का निर्णय लिया? എന്തൊക്കെ കാരണങ്ങളാലാണ് ലേഖകൻ ആ ലെറ്റേഴ്സിനെ കിണറ്റിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചത്? ലേഖക് ദ്വാര ചിട്ടിയോं को कुएं से निकालने का निम्नलिखित कारण है. അതിന് താഴെ പറയുന്ന കാരണങ്ങളാണ്. ആദ്യത്തെ, ലേഖക് को झूठ बोलना नहीं आता था. ലേഖകന് നുണ പറയാൻ അറിയില്ലായിരുന്നു. चिट्ठियों को डाकखाने में डालना लेखक अपनी जिम्मेदारी समझता था. ആ ലെറ്റേഴ്സിനെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളത് ലേഖകൻ തൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിരുന്നു, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലേഖക് को अपने भाई से रुई की तरह पिटाई होने का भय था. പിട്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുക. അപ്പോൾ ലേഖകന് അവരുടെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നുള്ള പേടിയുണ്ടായിരുന്നു. പറഞ്ഞാൽ റുയി എന്ന് പറഞ്ഞാൽ പഞ്ഞോട്ടൻ, അടിച്ച് പഞ്ഞിയാക്കുന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ അടിച്ച് പഞ്ഞിയാക്കുന്നുള്ള പേടിയുണ്ടായിരുന്നു. വഹ സാം കോ മാർന ബായ് ഹാത്ത് കാ കാം സമസ്ത താ. പാമ്പിനെ കൊല്ലുക എന്നുള്ളത് ബായ് ഹാത്ത് കാ കാം, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന പണി. അതിൻ്റെ അർത്ഥം വളരെ എളുപ്പമുള്ള ബഹുത് സരൾ കാം, എൻ്റെ അർത്ഥം അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജിസ്സെ ചിട്ടിയാ ഉഠാന ഉസെ ആസാൻ ലഗ് രഹാ താ. അപ്പോൾ അങ്ങനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ ആ ലെറ്റേഴ്സ് അവിടെ നിന്ന് എടുക്കുന്നത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. नेक्स्ट क्वेश्चन, सांप का ध्यान बटाने के लिए लेखक ने क्या क्या युक्तियाँ अपनाई? പാമ്പിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, ബഠാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൈവേർട്ട് ചെയ്യാൻ, തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ലേഖകൻ എന്തൊക്കെ യുക്തികളാണ് ഉപയോഗിച്ചത്? സാം കാ ധ്യാൻ ബട്ടാനെ കെ ലിയെ ലേഖക് നെ നിമ്നലിഖിത് യുക്തിയാ അപ്നായി. അതിനുവേണ്ടി ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഉസ്നെ മുഠ്ഠിഭർ മിട്ടി ഫേക്ക് കർ സാം കാ ധ്യാൻ ഉദർ ലഗാ ദിയ. മുഠ്ഠിഭർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസ്റ്റ്, ഇങ്ങനെ കൈ നിറയെ, ആ കൈ നിറയെ മണ്ണെടുത്ത് എറിഞ്ഞിട്ട് ആ പാമ്പിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചുവിട്ടു. പറഞ്ഞാൽ അപ്പോൾ അത് വേറെ സൈഡിലേക്ക് നോക്കി. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ലെറ്റേഴ്സ് എടുക്കാൻ പറ്റും അല്ലേ, അങ്ങനെ ചെയ്തു. उसने अपने हाथ का प्रहार करने की बजाय, പിന്നെ ലേഖകൻ എന്താ ചെയ്തത്? ഹാത്ത് കാ പ്രഹാർ, കൈകൊണ്ട് പ്രഹാർ കർണ എന്ന് വെച്ചാൽ അടിക്കുക, കൈകൊണ്ട് ഇങ്ങനെ അടിക്കുക, തടുക്കുക, എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം, ബജായ് എന്ന് വെച്ചാൽ പകരം, ഉസ്കി തരഫ് ഡണ്ട ബടാ ദിയ, ആ പാമ്പിൻ്റെ നേരെ ആ വടിയെ ഇങ്ങനെ നീക്കി കൊടുത്തു. ജിസ്സെ സാമ്പിനെ സാരാ വിഷ് ഡണ്ടേ പർ ഉഗൽ ദിയ. അതുകൊണ്ട് എന്താണ്, ഈ പാമ്പ് മുഴുവനും വിഷവും, പുറത്ത് വിട്ട വിഷം മുഴുവനും എന്താണ് ഈ വടിയുടെ മേലെയാണ് വീണത്. വിഷ് ഉഗൽദിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷം തുപ്പുക, ഉഗൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാധനം എന്തെങ്കിലും വെളിയിൽ വരുന്നതിനാണ് പറയുന്നത്. नेक्स्ट क्वेश्चन, कुएं में उतरकर चिट्ठियों को निकालने संबंधी साहसिक वर्णन को अपने शब्दों में लिखिए. कुएं में उतरकर, ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് ചിട്ടിയോं को निकालने संबंधी, ലെറ്റേഴ്സ് എടുക്കുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. कुएं में चिट्टियाँ गिर जाने पर लेखक ने रोना धोना छोड़कर भयानक निर्णय लिया. ആ കിണറ്റിൽ ലെറ്റേഴ്സ് വീണതിന് ശേഷം ലേഖകൻ റോന ധോന ചോഡ്കർ, കരച്ചിലും വീഴ്ചയിലും ഒക്കെ അങ്ങോട്ട് നിർത്തി, ഭയാനക് നിർണയം ലിയ, ഭയങ്കരമായിട്ടുള്ള പിന്നെ നിർണയമെടുത്തു, ഡിസിഷൻ എടുത്തു, തീരുമാനമെടുത്തു അല്ലേ. കാരണം ഇനി ഈ കരഞ്ഞു ഇരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്, എന്ത് വന്നാലും ശരിയെന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. उसने अपनी और अपने छोटे भाई की 5 धोतियों को एक दूसरे से बांधा. അപ്പോൾ എന്താ ചെയ്തത്, തൻ്റെയും പിന്നെ തൻ്റെ ചെറിയ ബായിയുടെയും കൂടിയിട്ട് മൊത്തം 5 ധോത്തികൾ, 5 മുണ്ടുകളെടുത്ത് അതിനെ ഒന്നിനെ ഇനിയൊന്നിനെടുത്ത് കെട്ടി കുറേ നീളത്തിലാക്കി. ഇസ്കെ ഏക് ചോർ മേ ഡണ്ട ബാന്ധ് കർ ഉസെ കുവേ മേ ഉതാർ ദിയ. അതിൻ്റെ ഒരറ്റത്ത് ആ വടിയെ കെട്ടി തൂക്കിയിട്ട് അതിനെ കിണറ്റിലേക്ക് ഇട്ടു. और दूसरे सिरे को कुएं की ढंग में बांध कर भाई को पकड़ा दिया. വേറെ അറ്റത്തിനെ എന്താണ് പിന്നെ ഇതിൻ്റെ കിണറ്റിൻ്റെ തന്നെ ഡെങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു പിന്നെ ഫിക്സ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതിലേക്ക് കെട്ടിയിട്ട് അതിനെ ഭായിയുടെ അടുത്ത് പിടിക്കാൻ കൊടുത്തു. अब उन धोतियों के सहारे लेकर कुएं में उतर गया. ഇനി ആ ധോത്തിയുടെ സപ്പോർട്ടിൽ ലേഖകൻ കിണറ്റിൽ ഇറങ്ങി. और कुएं के धरातल से 4-5 गज ऊपर लटक कर सांप को देखने लगा. കുറച്ചിറങ്ങി, അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ കിണറിൻ്റെ അടിവശത്തിൽ നിന്ന് 4-5 ഗജ് മുകളിലേക്ക് എത്തിയ സമയത്ത് ആ ഡിസ്റ്റൻസിൽ ലട്ടക്കർ തൂങ്ങിയിട്ട് സാമ്പ് കോ ദേഖ്നെ ലഗ, ആ പാമ്പിനെ നല്ലവണ്ണം നോക്കി തുടങ്ങി. പറഞ്ഞാൽ അത്
എങ്ങനെയാണ് ഇരിക്കണത്, എവിടെയാണ് ലെറ്റേഴ്സ് കിടക്കണത്, അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കണ്ടേ. അതിനുവേണ്ടി നല്ലോണം നോക്കി. സാംപ് ബി ഫൺ ഫെലായി ലേഖക് കി പ്രതീക്ഷ കർ രഹാ താ. ആ പാമ്പും എന്താണ്, പടം എടുത്ത്, ഫൺ ഫെലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം വിടർത്തി ലേഖകനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. ലേഖക് നെ കുവേ കി ദീവാർ മേ പേർ ജമാക്കർ കുച്ച് മിട്ടി ഗിരായി. ആ ലേഖകൻ എന്താ ചെയ്തത്, കുവേ കി ദീവാർ, ആ കിണറിൻ്റെ വശത്ത്, കിണറിൻ്റെ വാൾസ് പറഞ്ഞ ആ സൈഡ് വശം, ആ സൈഡ് വശത്തിൽ കാലങ്ങട് തറപ്പിച്ച് നിർത്തിയിട്ട് അവിടുന്ന് എന്തായാലും കച്ചാ കിണറെന്നല്ലേ പറയണത്, കച്ചാ കുവാന്നല്ലേ പറഞ്ഞത്, പറഞ്ഞാൽ അത് മിട്ടിയുടെ മണ്ണിൻ്റെ. അപ്പോൾ അത് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് പാമ്പിൻ്റെ മേലെ എറിഞ്ഞു. ഇസ്സെ സാംക ധ്യാൻ ഭട്ടിക്ക. അങ്ങനെ എറിഞ്ഞപ്പോൾ എന്തായി, ആ പാമ്പിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞുപോയി അല്ലേ. അതിൻ്റെ മേലെ ഇങ്ങനെ മണ്ണെറിഞ്ഞ സമയത്ത് എന്താണ്, അത് വേറെ അപ്പുറത്തപ്പുറത്തൊക്കെ തിരിഞ്ഞു നോക്കില്ലേ, അതിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു. വഹ മിട്ടി പർ മുഹ് മാർ ബേട്ട. ആ എറിഞ്ഞ മണ്ണിൽ അപ്പോൾ എന്താണ്, അതിലിങ്ങനെ മുഖമൊക്കെ ആക്കിയിട്ട് അത് ഇരുന്നു. പറഞ്ഞാൽ അത് കുറച്ച് നേരം എന്തായാലും ഡിസ്റ്റർബ് ആവില്ലേ, അപ്പോൾ വേണ്ട പണികൾ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് സമയം കിട്ടും. ഇസ് ബീച്ച് ലേഖക് നെ ഡണ്ടേ സെ ജബ് ചിട്ടിയാ സർക്കായി തോ. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ മണ്ണ് വാരി എറിഞ്ഞില്ലേ, പറഞ്ഞാൽ ഏത് സൈഡിലേക്കാണ് മണ്ണ് വാരി എറിഞ്ഞത്, ലെറ്റേഴ്സ് കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ആ ഭാഗത്തേക്ക് പാമ്പ് നോക്കും. അപ്പോൾ വേറെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ലെറ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ് ബീച്ച് ലേഖക് നെ ഡണ്ടേ സെ ജബ് ചിട്ടിയോ സർക്കായി. അപ്പോൾ ഈ സമയം നോക്കിയിട്ട് പതുക്കെ വടി കൊണ്ട് ആ ലെറ്റേഴ്സിനെ ഇങ്ങടേക്ക് നീക്കി. സർക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കുക. तो सांप ने जोरदार प्रहार किया. അപ്പോൾ ആ പാമ്പ് ജോർദാർ വളരെ ശക്തിയായിട്ട് പ്രഹാർ കിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു. और अपनी शक्ति के प्रमाण स्वरूप डंडे पर 3-4 जगह विषवमन कर दिया. अपनी शक्ति के प्रमाण स्वरूप എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട്, ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണം. അതിന് വേണ്ടിയിട്ട് ഡണ്ടേ പർ, ആ വടിയിൽ 3-4 ജഗ, 3-4 സ്ഥലത്ത് വിഷവമൻ കരുതിയ, വിഷം ചീറ്റുക അല്ലെങ്കിൽ വിഷം തുപ്പി എന്നൊക്കെ പറയാം, വിഷം തട്ടി അവിടെ ആ വടിയിൽ. ഇസ്സെ ലേഖക സാഹസ് ബട. ഇതുകൊണ്ട് എന്താണ്, ലേഖകനെ ധൈര്യം കുറച്ചും കൂടി വർദ്ധിച്ചു. ഉസ്നെ ചിട്ടിയാ ഉഠാനെ കാ പ്രയാസ് കിയാ തോ സാംപിനെ വാർ കിയ. ലേഖകൻ ആ ലെറ്റേഴ്സ് എടുക്കാനുള്ള പ്രയത്നിച്ച സമയത്ത് പറഞ്ഞാൽ പിന്നെയും ശ്രമം നടത്തിയ സമയത്ത് എന്താണ്, രണ്ടാമത്തെ തവണയും പിന്നെ പാമ്പ് വാർ കിയ, അറ്റാക്ക് ചെയ്തു, ആക്രമിച്ചു. और डंडे से लिपट गया. എന്നിട്ട് എന്താ ചെയ്തത്, ആ വടിയിൽ ചുറ്റി. इस क्रम में सांप की पूंछ का पिछला भाग लेखक को छू गया. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ്, സാംപ് കി പൂഞ്ച് കാ പിछला ഭാഗ്, അതിൻ്റെ വാലിൻ്റെ ബാക്ക് സൈഡ് ലേഖകനെ ടച്ചായി. യഹ് ദേഖ് ലേഖക് നെ ഡണ്ടേ കോ പട്ടക് ദിയ. അത് കണ്ടിട്ട് ലേഖകൻ എന്താ ചെയ്തത്, ആ വടി അങ്ങോട്ട് എറിഞ്ഞു. കാരണം ആ വടിയിലാണ് ചുറ്റിയിരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിൽ ഇനിയും പിടുത്തം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വടി അവിടെ ഇട്ടു, താഴെയിട്ടു. ഓർ ചിട്ടിയാ ഉഠാക്കർ ധോത്തിമേ ബാന്തിയ. വേഗം എന്ത് ചെയ്ത് ആ ലെറ്റേഴ്സൊക്കെ എടുത്ത് ഈ ധോത്തിയിൽ കെട്ടിവെച്ചു. ജിനെ ഉസ്കെ ഭായിനെ ഊപ്പർ കീഞ്ചിലിയ. പിന്നെ അതിനെ ഈ ചെറിയ ബ്രദർ മേലേക്ക് വലിച്ചെടുത്തു ആ ലെറ്റേഴ്സ്. जब लेखक ने कुएं की दीवार से कुछ मिट्टी सांप की दाहिनी ओर फेंकी. പിന്നെ ലേഖകൻ എന്താ ചെയ്തത്, ആ കിണറിൻ്റെ വാൾസിൻ്റെ സൈഡ് വാൾസിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് സാംപ് കി ദാഹിനി ഓർ, ആ പാമ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഫേക്കിന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, സാംപ് ഉസ് പർ ഝപ്ട. ഫേക്കി കോമ, അങ്ങനെ ചെയ്ത സമയത്ത് സാംപ് ഉസ് പർ ഝപ്ട, ഈ പാമ്പ് അവൻ്റെ മേലെ ഝപ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റുക, അങ്ങനെ ചെയ്യാൻ പോയി. അബ് ലേഖകനെ ഡണ്ടാ കീഞ്ചിലിയ. ഇനി എന്താ ചെയ്തത്, ഇനി ആ സമയത്ത് ലേഖകൻ ഈ വടിയെ ഇഴുത്തെടുത്തു. ലേഖക് നെ മോക്ക ദേക്ക ഓർ ജैसे तैसे हाथों के सहारे. ലേഖകൻ ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ, ജैसे तैसे എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ, ഏതോ വിധത്തിൽ എന്നൊക്കെ പറയാം. ഹാത്തോം കെ സഹാരെ, കൈയിൻ്റെ സപ്പോർട്ടോടുകൂടി സറക്ക് കർ, പതുക്കെ കുറച്ചായി മൂവ് ചെയ്ത് 36 ഫൂട്ട് ഗഹരെ, 36 ഫൂട്ട് ആഴമുള്ള കുവേസെ, ആ കിണറ്റിൽ നിന്ന് ഊപ്പർ ആകിയ, മുകളിലേക്ക് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, इस पाठ को पढ़ने के बाद किन किन बाल सुलभ शरारतों के विषय में पता चलता है. ഈ പാഠം പഠിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാ ബാൽ സുലഭ് ശരാർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരാർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വികൃതി, മിസ്ചീവിയസ്, കുട്ടികൾ കാണിക്കുന്ന എന്തൊക്കെ വികൃതികളാണ് നമുക്ക് അറിയാൻ കഴിയുക. ബാലക് പ്രായഃ ശരാർത്തി ഹോത്തേ ഹേ. ബാലക് എന്ന് വെച്ചാൽ കുട്ടികൾ സാധാരണയായിട്ട് ശരാർത്തി ഹോത്തേ ഹേ, വികൃതിയുള്ളവർ തന്നെ ആയിരിക്കും.
उन्हें छेड़छाड़ करने में ആനന്ദ് മിൽത്താ ഹെ. ഛേഡ്ഛാഡ് കർണ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ക് കർണ എന്ന് സിമ്പിളായിട്ട് പറയാം, പറഞ്ഞാൽ ഉപദ്രവിക്കുക അത്രേ ഉള്ളൂ. ഡിസ്റ്റർബ് ചെയ്യുക, ചേസിങ്, CHASING, ചേസിങ്. അപ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെ എന്തിനെങ്കിലുമൊക്കെ ഇതുപോലെ ഉപദ്രവിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ് കുട്ടികൾക്ക്, അല്ലേ. യദി ഉൻകി ഛേഡ്ഛാഡ് സെ കോയി ഹൽച്ചൽ ഹോത്തി ഹെ തോ ഇവർ ചെയ്യും, അങ്ങനെ ചേസ് ചെയ്യും, പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് മൂലം കോയി ഹൽച്ചൽ ഹോത്തി ഹെ തോ അവരുടെ നിന്ന് തിരിച്ചും അതുപോലുള്ള എന്തെങ്കിലും ഡിസ്റ്റർബ് ആകുന്ന വിധത്തിലുള്ള റിയാക്ഷൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉസ്മെ ബഹുത് മജാ ലേത്തെ ഹെ, അതിലവർ നല്ലോണം രസിക്കുകയും ചെയ്യും, അല്ലേ. അതിലവർ എൻജോയ് ചെയ്യുകയും ചെയ്യും. പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചേസ് ചെയ്യുക, അവരതിൽ തിരിച്ച് ഡിസ്റ്റർബ് ആകുകയും ചെയ്യുക, അപ്പോൾ നമുക്കത് നല്ല രസം തോന്നും. കുട്ടികൾ സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണിത്. सांप को व्यर्थ में ही फफकारते देखकर वे बड़े खुश होते हैं. ആ പാമ്പിനെ വ്യർത്ഥമേ വെറുതെയെങ്കിലും ആവശ്യമില്ലാണ്ട് നിലവിളിപ്പിക്കുക. ഫഫ്കാർത്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദിപ്പിക്കുക, നിലവിളിപ്പിച്ചിട്ട് അത് കണ്ടിട്ട് ദേക്കർ വെ ബഡെ ഖുഷ് ഹോത്തെ ഹെ അവർ വളരെയധികം സന്തോഷിക്കും കുട്ടികൾ. അപ്പോൾ ഇതൊരു കാര്യം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നിട്ട് ആ റിയാക്ഷൻ കണ്ട് സന്തോഷിക്കുക. ഇനി അടുത്തത് ബാലकों को प्रकृति के स्वच्छंद वातावरण में विहार करने में भी असीम आनंद मिलता है. പിന്നെ കുട്ടികൾക്ക് എന്താ ഇഷ്ടം? പ്രകൃതിയിലെ സ്വച്ഛന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടാനുസരണം, ഇച്ഛാനുസാർ, അല്ലാന്നുണ്ടെങ്കിൽ മൻമർജി എന്നൊക്കെ പറയാം. അവരുടെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ്രീ ആയിട്ട് പ്രകൃതിയിൽ തോന്നിയ പോലെ വാതാവരണമേ പറഞ്ഞാൽ ആറ്റ്മോസ്ഫിയറിൽ വിഹാർ കർണേമേ കറങ്ങി നടക്കുക. വിഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുംന ഫിർന, കറങ്ങി നടക്കുന്നതിനും അസീം ആനന്ദ് മിൽത്താ ഹെ, അങ്ങനെ ചെയ്യുന്നതിലും വളരെയധികം ആനന്ദം കിട്ടുന്ന ഒരു കാര്യമാണ്. അസീം ജിസ്കാ കോയി സീമാ ന ഹോ പറഞ്ഞാൽ അൺലിമിറ്റഡ്. വേ ജർബെരി കെ ബേർ തോട് തോടുക്കർ കാത്തെ ഹെ അവർ ആ സ്ട്രോബെറി പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. തഥാ മൻമേ ആനന്ദിത് ഹോത്തെ ഹെ അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് അവർ വളരെയധികം സന്തോഷിക്കണുണ്ടായിരുന്നു. കാരണം അത് പറിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് അത്രത്തോളം അതിൽ ആനന്ദവും കിട്ടുന്നുണ്ടായിരുന്നു. വേ ആം കെ പേട് പർ ചടുക്കർ ഡണ്ടേ സെ ആം തോടുക്കർ ഖാനെ മേ ഖൂബ് ആനന്ദ് ലേത്തെ ഹെ. പിന്നെ അത് കൂടാതെ എന്താണ് ആം കെ പേട് പർ ചടുക്കർ മാങ്ങ മരത്തിൽ കയറിയിട്ട് ഡണ്ടേ സെ ആം തോടുക്കർ ഖാനേമേ വടി കൊണ്ട് മാങ്ങ അടിച്ച് വീഴ്ത്തി കഴിക്കാനും ഖൂബ് കഴിക്കുന്നതിലും ഖൂബ് ആനന്ദ് ലേത്തെ ഹെ അവർക്ക് വളരെയധികം സന്തോഷം കിട്ടുമായിരുന്നു. नेक्स्ट क्वेश्चन, मनुष्य का अनुमान और भावी योजनाएं कभी कभी कितनी मिथ्या और उल्टी निकलती है का ആശയ സ്പഷ്ട കീജിയെ. മനുഷ്യൻ്റെ അനുമാനങ്ങൾ, അതിൻ്റെ അർത്ഥം ഗസ്, നമ്മൾ ഗസ് ചെയ്യണ കാര്യങ്ങളും ഭാവി യോജനായെ നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻസും നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യണ പ്ലാൻസും കഭി കഭി ചില സമയത്ത് കിത്തിനി മിഥ്യ ഓർ ഉൾട്ടി നിക്കൽത്തി ഹെ എത്രത്തോളം മിഥ്യ ഫോൾസ് തെറ്റായതായിരിക്കും അല്ലെങ്കിൽ ഉൾട്ടി നിക്കൽത്തി ഹെ റിവേഴ്സ് ആയിരിക്കും. ആശയ സ്പഷ്ട കീജിയെ അത് വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. मनुष्य किसी कठिन काम को करने के लिए अपनी बुद्धि से योजनाएं तो बनाता है. മനുഷ്യൻ ഏതൊരു കഠിനമായിട്ടുള്ള പണികളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് യോജന പ്ലാൻസ് ഉണ്ടാക്കാറുണ്ട്, അല്ലേ. പല പ്ലാൻസും ഉണ്ടാക്കാറുണ്ട്. കിന്തു സമസ്യാവും കാ വാസ്തവിക് സാമന ഹോത്തേ ഹി എന്നാൽ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ശരിയായിട്ടുള്ള വാസ്തവിക് സാമന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായി നേരിടേണ്ട സമയത്ത്, ശരിയായിട്ട് അതിനെ ഫേസ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുമ്പോൾ ഏ യോജനായെ ധരി കി ധരി രഹജാത്തി ഹെ ഈ ചെയ്ത പ്ലാനെല്ലാം നമ്മൾ ചെയ്ത പ്ലാനെല്ലാം ചില സമയത്ത് ധരി കി ധരി രഹജാത്തി ഹെ പറഞ്ഞാൽ ഒരു ഉപയോഗവും ഇല്ലാതെ പോകുന്നു. അതങ്ങനെ അവിടെ യാതൊരു പ്രസക്തി ഉണ്ടാവില്ല നമ്മുടെ ആ പ്ലാനിൻ്റെ ഒന്നും. ചില സന്ദർഭങ്ങളിൽ, എല്ലായ്പ്പോഴും അല്ല പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല അവിടെ ആവശ്യം വരിക. എക്സാമ്പിൾ നമുക്ക് ഈ കഥയിൽ തന്നെ കാണാൻ കഴിയും. തബ് ഉസേ യഥാർത്ഥ സ്ഥിതിക്കോ ദേക്കർ കാം കർണ പड़ता है. അപ്പം നമ്മൾ പണ്ട് ചെയ്തു വെച്ച പ്ലാനൊന്നുമല്ല, അപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് ശരിക്കും അപ്പം എന്താ നടക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് മാറ്റി മറിക്കേണ്ടി വരും, നമ്മുടെ പ്ലാന് മാറ്റേണ്ടി വരും. ദേക്കർ കാം കർണ പड़ता है അത് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. इस पाठ में लेखक ने सोचा था कि कुएं में उतरकर वह डंडे से सांप को मार देगा.
ഈ പാഠത്തിൽ ലേഖകൻ വിചാരിച്ചു കിണറ്റിലിറങ്ങി ഉടനെ അങ്ങോട്ട് ആ വടി കൊണ്ട് ആ പാമ്പിനെ അങ്ങോട്ട് കൊന്നുകളയാം. ഓർച്ചിട്ടിയാ ഉഠാലേക, എന്നിട്ട് അങ്ങോട്ട് ലെറ്റേഴ്സൊക്കെ എടുത്തിട്ട് വരിക എന്നാണ് പ്ലാൻ ചെയ്തത്. പരന്തു കുവേക്കാ കം വ്യാസ് ദേക്കർ ഉസെ ലഗാക്കി, എന്നാൽ ആ കിണറിൻ്റെ കുറഞ്ഞ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ കുറവാന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അത് വളരെ കുറഞ്ഞ സ്ഥലമാണ് അവിടെ ഉള്ളതെന്ന് അതിൻ്റെ അർത്ഥം. അത് കണ്ടിട്ട് യഹാ തോ ഡണ്ട ചലായ ഹി നഹി ജാ സക്ത, അപ്പം ലേഖകന് മനസ്സിലായി അവിടെ ആ വടി ഉപയോഗിക്കാനേ സാധ്യമല്ല. പറഞ്ഞാൽ ആ വടിയെ ഇങ്ങനെ നമ്മൾക്ക് ഓങ്ങണം എന്നുണ്ടെങ്കിൽ, നമുക്ക് അടിക്കാൻ ഓങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനെ മൂവ് ചെയ്യേണ്ടി വരും. ടു റൊട്ടേറ്റ് ദ സ്റ്റിക്ക് എന്ന് പറയാം. അപ്പം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് അടിക്കേണ്ടി വരും. അപ്പം അതിനൊന്നും അവിടെ സ്ഥലമേ ഇല്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പോൾ ഈ പറഞ്ഞ പ്ലാന്, നമ്മൾ ഈ പാമ്പിനെ കൊല്ലണമെന്ന് പറഞ്ഞ പ്ലാൻ അവിടെ നടക്കില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? വേറെ എന്തെങ്കിലും ആലോചിക്കണം. उसने जब शाम को फंड फैलाई अपनी प्रतीक्षा करते पाया तो, പിന്നെ അതും കൂടാതെ എന്താണ്, ആ പാമ്പ് പടമൊക്കെ എടുത്ത് അങ്ങനെ വിടർത്തി നിർത്തി ലേഖകനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. അങ്ങനെ കണ്ട സമയത്ത് സാംകോ മാർനെ കി യോജന ഉസെ ഏകദം മിഥ്യ ഓർ ഉൾട്ടി ലഗ്നെ ലഗി. അങ്ങനെയൊക്കെ കണ്ട സമയത്ത് അപ്പം ലേഖകന് തോന്നിയതാണ്. എന്താ തോന്നിയത്? സാംകോ മാർനെ കി യോജന, ആ പാമ്പിനെ കൊല്ലാനുള്ള പ്ലാന് ഏകദം ഒരേ അടി പറഞ്ഞ, അല്ലെങ്കിൽ തികച്ചും മിഥ്യ ഫോൾസ് തെറ്റും പിന്നെ റിവേഴ്സും ആണ് എന്ന് തോന്നി. नेक्स्ट क्वेश्चन, फल तो किसी दूसरी शक्ति पर निर्भर है, पाठ के संदर्भ में इस पंक्ति का आशय स्पष्ट कीजिए. फल तो റിസൾട്ട് കിസി ദൂസരി ശക്തി പർ, വേറെ ഏതോ ഒരു ശക്തിയുടെ മേലെ നിർഭർ ഹെ, ഡിപ്പെൻഡാണ്, ആശ്രയിച്ചിട്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മളുടെ കാര്യം ചെയ്യുക, റിസൾട്ട് ഏതോ ഒരു ശക്തിയുടെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു, ഇനി അതിൻ്റെ റിസൾട്ട് തരേണ്ടത് ആരുടെ കടമയാണ്? ഈശ്വരനാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ശക്തി എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ തന്നെയാണിത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പം ഇത് പാഠത്തിലെ ഏത് സന്ദർഭത്തിലാണ്, എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പഷ്ടമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ലേഖകനെ കുവേ സെ ചിട്ടിയ നിക്കാൽനെ കെ ലിയെ കുവേ മേ ഉത്തർനെ കാ ദൃഢ നിശ്ചയ കർ ലിയ. ലേഖകൻ ആ കിണറ്റിലിറങ്ങി ആ ലെറ്റേഴ്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇറങ്ങാനുള്ള ദൃഢനിശ്ചയം ചെയ്തു. പറഞ്ഞാൽ ഡിറ്റർമൈൻഡ് ആയിരുന്നു, തികച്ചും അത് തീരുമാനിച്ചുറച്ചു എന്നൊക്കെ പറയാം. ഇസ് ദൃഢനിശ്ചയക്ക് സാമനെ ഫൽ കി ചിന്ത സമാപ്ത് ഹോ ഗയി. അത്രയും വലിയൊരു തീരുമാനത്തിൻ്റെ മുന്നിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ അവിടെ സമാപ്തമായി, അതൊക്കെ കഴിഞ്ഞു. കാരണം അങ്ങനെ നമ്മൾ ഒരു ദൃഢനിശ്ചയം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ റിസൾട്ടിനെ പറ്റിയിട്ടൊന്നും നോക്കില്ല, ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും നമ്മളുടെ ടാർഗറ്റ്. അപ്പോഴാണ് നമ്മൾ പറയണത് ഇനി അതിൻ്റെ റിസൾട്ടൊക്കെ ഭഗവാന്റെ കയ്യിലാണ്, ഈശ്വരൻ എങ്ങനെ തരുന്നു അതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. उसे लगा कि कुएं में उतरने तथा सांप से लड़ने का फल क्या होगा यह सोचना उसका काम नहीं है. അപ്പോൾ ലേഖകൻ എങ്ങനെയാണ് തോന്നിയതെന്ന് വെച്ചാൽ ഉസെ ലഗ തോന്നി, കുവേ മേ ഉത്തർനെ ആ കിണറ്റിൽ ഇറങ്ങുന്നതും തഥാ സാംസെ ലഡ്നേക്ക ഫൽ ക്യാ ഹോഗ ആ പാമ്പിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നതും കാരണം ഉള്ള റിസൾട്ട് എന്തായിരിക്കും എന്നത് അത് സോച്ചന, ഇത് ആലോചിക്കുന്നത് കാം നഹി ഹെ, എൻ്റെ പണിയല്ല എന്നാണ് വിചാരിച്ചത്. പരിണാം തു പ്രഭു ഇച്ഛ പർ നിർഭർ ഹെ, അതിൻ്റെ പരിണാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പ്രഭു ഇച്ഛയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. പ്രഭുവിൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ നടക്കും. അതിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ ആഗ്രഹം. ഇസിലിയെ വഹ ഫൽ കി ചിന്ത ചോടുക്കർ, അങ്ങനെ ആ റിസൾട്ട് എന്താ കിട്ടാൻ ചിന്ത, ആ ടെൻഷനൊക്കെ വിട്ടിട്ട് കുവേമേ ഗുസ്കിയ, ആ കിണറ്റിൽ ഇറങ്ങി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.